അമ്മ അമ്മയില്ലാതെ എനിക്ക് എന്താ ആഘോഷം? അമ്മ ചേച്ചി കുട്ടി അമ്മ ഒരു ഗ്ലാസ് ഒന്ന് കാണിച്ചാല്. ഇതാണ് എന്റെ അമ്മ. സേവിക്കുന്നുണ്ട്. ഇത് പീത്താവൂക്കിന്റെ, അത് അൽത്താസയുടെ, മറ്റേത് ഇതിന്റെ ഇസ്താംബുൾ. റൊട്ടിയാണ് ബേസിക്കലി, കുബൂസല്ല. നമ്മുടെ കൂട്ടത്തിൽ കുബൂസിൽ വരുന്ന ഷവർമ്മയാണ് ശരിക്കുമുള്ള ഷവർമ്മ. ഇതിനൊരു അനാവശ്യം മധുരമുണ്ട്. അങ്ങനെ ഷവർമ്മയ്ക്ക് മധുരം. ഇസ്താംബുളാണോ? ഇസ്താംബുളാവും. വുഡ് ഫയർ. ഇത് ഇതിന്റെ ഒരു സൈഡിലെ സാധനമുണ്ട്, മറ്റേ സൈഡ് കിട്ടുന്നവൻ പോയി കഴിയുമ്പോഴേക്കും നിർഭാഗ്യവാന്. അത് ഇതും അങ്ങനെ. ഈ ഭാഗം ഉണ്ടോ? അത്രയും ഭാഗം മേടിക്കുന്നവൻ സ്വിഗ്ഗിന്നൊക്കെ മേടിച്ചേക്ക് തീർന്നു. പീത്താവുച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുഡ് ടൗൺ കഴിച്ചത്. വിചാരമില്ല, മാനേജ് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ഭയങ്കര. പക്ഷെ വയറ് നിറഞ്ഞു പോയായിരുന്നു. ഇതിലെനിക്ക് പറ്റാത്തത് ഈ മഞ്ഞൾ പൊടിയുടെ മധുരം തോന്നുന്നില്ല. മഞ്ഞൾ പൊടി മധുരം എനിക്ക് തോന്നിയില്ല. അൽത്താസ പോലൊരു ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു ഷവർമ കടയില് മഞ്ഞൾ പൊടി ഇതിലും അടിപൊളിയല്ലേ അമ്മയ്ക്ക്? ചേച്ചി കൂടി മധുരം തോന്നിയില്ല അതിനകത്ത്? മറ്റേ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ അതിനകത്ത് വരുന്ന പിക്ലിംഗ് ഒക്കെ പൊളിയായിട്ടുണ്ട് കേട്ടോ. ഷവർമയുടെ ഒരു ടേസ്റ്റ് വരുന്ന ഇതിനാണ്. അനാവശ്യ മസാലകളില്ല. അങ്ങനെ ഉണ്ടോ? ഒരു ഇതിലും അടിപൊളിയല്ലായിരുന്നു നമ്മൾ അറേബ്യൻ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു കടയില് സാധാ കുബൂസിനകത്ത് റാപ്പ് ചെയ്ത 60 രൂപ 70 രൂപയുടെ ഒരു ഷവർമ. മറ്റേ ഷവായ മറ്റേ കല്ലൂർ റോഡില് കിട്ടിലും ഷവർമയായിരുന്നത്. അതിനാണ് ആ ഒരു പഴയ ഒരു കരിഞ്ഞ ചിക്കനൊക്കെ കയറി വരുന്നൊരു. ഇത് ഇസ്താംബുളിന് നല്ല, പക്ഷെ അത് റാപ്പാ. എനിക്കൊരു ഷവർമയുടെ ടേസ്റ്റ്. ചിക്കൻ ടിക്ക റോൾ എന്നൊക്കെ പറയുന്നത് മീൻസ് ഇത് ഇവരുടെ ഇന്നോവേഷൻ രസമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ കരിയില് ചുട്ടെടുക്കുന്ന ചിക്കൻ, മറ്റേതുപോലെ മിഷനകത്ത് ചൂടല്ല, വുഡ് ഫയറാ. അൽത്താസ അല്ല, അൽത്താസക്ക് ഇത്രയും കാരുണ്യവും കനിവൊന്നും ഇല്ല. ഇസ്താംബുളിലാവാൻ സാധ്യത. എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് അൽത്താസ. സെയിം ഹിയർ. ഇനി അവരുടെ ചിക്കനാണ് ഇത്. നമ്മൾ ഓർഡർ ചെയ്തത് സ്വിഗ്ഗിയിൽ കയറി നോക്കുമ്പോൾ അവരുടെ ഷെഫ് റെക്കമെൻഡഡ് എന്നും പറഞ്ഞ് അവരുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഷെഫ് റെക്കമെൻഡഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സാധനം. എനിക്ക് അസ് എ ഷവർമ ബെസ്റ്റ് പീത്താവോക്കാണ് ഈ മൂന്നിൽ. അമ്മയ്ക്കും ഇസ്താംബുളിന്റെ ഒരു സൈഡിൽ ഫില്ലിംഗ് ഇല്ല. ഒരു സൈഡ് ഭയങ്കര കട്ടി മാത്രമായിട്ട് ഇത് റൊട്ടി മാത്രമേ ഉള്ളൂ. അതില് മഞ്ഞളിന്റെ ടേസ്റ്റ് കൊണ്ട് ചെറിയ മധുരമുണ്ട്. ഒരു മധുരം അമ്മയ്ക്ക് അനാവശ്യമായിട്ട് തോന്നിയില്ലേ? ഷവർമ്മയ്ക്ക് മധുരം വേണ്ടല്ലോ. അത് കുഴപ്പമില്ല. മൂന്നിലും നല്ലത് അതേ തോന്നിയുള്ളൂ എനിക്ക്. പീത്താവോക്കില്ലേ അവരതിന് പറയുന്നത് തൂമെന്ന, മറ്റേ ഗാർലിക് തൂമെന്ന, മറ്റേ നമ്മുടെ നോർമൽ മയോണൈസ് അല്ല. പീത്ത ബ്രെഡാ. നല്ല മീൻസ് ഒരു ഒതന്റിക് ഷവർമയും. പിന്നെ സൈസ് വൈസ് ആണെങ്കിലും അത് ഡീസന്റ് സൈസാ. ചുമ്മാ ഭയങ്കര വലുതായിട്ടൊന്നുമില്ല. ഇവർക്കല്ലേ ഫുഡ് ലോങ്. ഓ താങ്ക് യു ചക്കരെ. എല്ലാരും കഴിച്ചിട്ട്
വയറ് നിറഞ്ഞ ബാക്കിയെടുത്ത് പിടിച്ച് വെച്ചാല് കുരങ്ങനുള്ളതാണോ ഇത്? ഈ സ്ട്രിപ്സിൽ ഇനി എന്താ ബാക്കിയുള്ളത്? ബാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിച്ചോളാൻ പറഞ്ഞു അവൻ്റെ കുറിച്ച്. ബ്രെഡ് കൊണ്ടും കണ്ടന്റ് കൊണ്ടും റേറ്റ് കൊണ്ടും റേറ്റ് ചെയ്യുന്ന കൂടുതലല്ലേ? പീത്ത പോക്കണം. അതിനെല്ലാം 295 ഉണ്ടോ? അത് ഡെലിവറി ചാർജ് ഉൾപ്പെടെ 180 180 സ്വിഗ്ഗി ചാർജും കൂടെ. ചാർജും കൂടിയാണ്. അവിടെ പോയി കഴിച്ചാൽ 150 തന്നെയാണ്. അൽത്താസ് രണ്ടാമത്തെ മൂന്നാമത്തെ ഇതുവരെ ഇതിന് ഒരു എനിക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ്. ഇവര് മേ ബി ഇവരുടെ കിച്ചൺ ഭയങ്കര ഹൈജീൻ ആയിരിക്കും, ഭയങ്കര ടെക്നിക്കലി ചെയ്യുന്നതായിരിക്കും, ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ കഴിക്കുന്ന ഒരു കസ്റ്റമറിന് കയ്യിലെത്തുമ്പോഴത്തേനും അതിൻ്റെ ഒരു വാല്യൂ ഫീൽ ചെയ്യണം. അതിന് അവർ കിച്ചണിൽ ഇത്രയൊക്കെ ചെയ്ത സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് കാര്യം തോന്നുന്നില്ല. എല്ലാരും കൂടെ ഒരുമിച്ചാ മഞ്ഞൾ കൂടി ഇട്ടത്. അല്ല മഞ്ഞൾ കൂടി കൂടുതലല്ലായിരുന്നു, മഞ്ഞ കളർ എനിക്ക് മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷവർമയുടെ ടേസ്റ്റ് ഇല്ല ബേസിക്കലി. ഞാൻ ടർക്കിയിലും ഗൾഫിലും ഷവർമ കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സിറ്റിയിലേയും നമ്മുടെ സ്പൈസിലേയും നമ്മുടെ അറേബ്യൻ ഡ്രീംസിലെയൊക്കെ നമ്മൾ കഴിച്ച് നമ്മുടെ മനസ്സിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള എന്നാലും നമ്മൾ കഴിച്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടേസ്റ്റ് അല്ല പീത്ത പോക്കില്. പീത്ത പോക്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ആ ചിക്കൻ ഒരു നമ്മൾ കഴിച്ച് മറന്ന ടേസ്റ്റ് ഉണ്ട്. ഓവർ മാരിനേഷൻ ഇല്ലെന്നേ പീത്ത പോക്കിന്. ഇതിനെന്താ മാരിനേഷൻ? ചുമ്മാ സ്പൈസിയാണ്, പിക്കിളിങ് നല്ലതായിരുന്നു. എനിക്ക് ഇതിന്റെ അകത്ത് മൂന്നിലും സ്പൈസി തോന്നിയിട്ടില്ല. ഇതിലൊരു മസാലകൾ ഭയങ്കരമായിട്ടും ഇല്ലേ അൽത്താസയില്? അൽത്താസയിൽ പറയുന്ന മഞ്ഞ കളർ എനിക്ക് തോന്നി. And the award goes to പീത്ത പോക്ക്. And the award goes to Pizza work. Very